തിരുവനന്തപുരത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് അറിയാമല്ലോ, ആളുകൾക്കുള്ള അസൗകര്യങ്ങൾ, ഏറ്റവും കൂടുതൽ മാലിന്യം നിറഞ്ഞ മാലിന്യ കൂമ്പാരമുള്ള ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുള്ള ഒരു തലസ്ഥാനമാണ് തിരുവനന്തപുരം. ആ തലസ്ഥാനത്തിൻ്റെ മേയറെ യുണൈറ്റഡ് നേഷൻസിൻ്റെ അവാർഡ് വാങ്ങിച്ച് ഏറ്റവും ബെസ്റ്റ് മേയറായിട്ട്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മേയറായിട്ട് തിരഞ്ഞെടുക്കുന്നു വെച്ചാൽ കളവാണ്, കബഡിപ്പയ്ക്കലാണ്. ചില കള്ളക്കണക്കുകൾ കമ്പ്യൂട്ടറിൻ്റെ ഇന്നലെ വരെ കമ്പ്യൂട്ടറുകളിനെ തള്ളിപ്പറഞ്ഞവർ കമ്പ്യൂട്ടറിലൂടെ വ്യാജ കണക്കുകൾ ബോധിപ്പിച്ചുകൊണ്ട് നമ്പർ 1 ആണെന്ന് പറയുക. യഥാർത്ഥ അവസ്ഥ. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ 1-ാം സ്ഥാനത്താണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗവും. അതിൻ്റെ നിലവാരവും മേയറുടെ നിലവാരം തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ളത്. ഇതിനൊരു മാറ്റം വരണം. നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ജെൻഡർ ഇക്വാളിറ്റിയുടെ കാര്യത്തിൽ സ്ത്രീ പുരുഷ കണക്കുകൾ എടുക്കുമ്പോഴത്തേക്കും കേരളം വളരെ മുന്നിലാണ്. അത് ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒന്നും കഴിവല്ല, ഈ സർക്കാരിൻ്റെ കഴിവല്ല. വർഷങ്ങളായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് മഹാരാജാവിൻ്റെ നാൾ മുതൽ ഇങ്ങോട്ട് പെൺകുട്ടികൾക്കായി പ്രത്യേക സ്കൂളും കോളേജുകളെല്ലാം ആരംഭിച്ചതിൻ്റെ ബാക്കി പത്രമാണ്.